കഴിഞ്ഞ ദിവസമായിരുന്നു മോഹൻലാലിൻ്റെ വീട്ടിൽ മോഹൻലാലിൻ്റെ അമ്മയുടെ സഞ്ചയന ചടങ്ങ് നടന്നത്. ജനുവരി 2-ാം തീയതി രാവിലെ 8:30 സഞ്ചയന ചടങ്ങ് എന്ന് കാർഡിലൂടെ പുറത്തു വന്നിരുന്നു. അങ്ങനെ മോഹൻലാലിൻ്റെ പൂജപ്പുര വീട്ടിലേക്ക് മാധ്യമങ്ങളും ആളുകളുമെല്ലാം എത്താൻ തുടങ്ങി. എന്നാൽ ആരെയും അകത്ത് കയറ്റിയില്ല, ചടങ്ങുകൾ കാണാൻ സമ്മതിച്ചില്ല. എന്നാൽ മോഹൻലാൽ ഇതിന് പ്രതികരണവുമായി എത്തിയിരുന്നു. ഞാൻ വളരെയധികം തന്നെ കൃത്യമായാണ് എൻ്റെ അമ്മയെ നോക്കിയത്. ഇത് വളരെയധികം പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആരും ഇതിനകത്ത് വരേണ്ട കാര്യമില്ല. ഇതെൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ നൽകുന്ന യാത്രാമൊഴിയാണ്. എൻ്റെ അമ്മയ്ക്ക് അവസാനമായി എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിൽ നിങ്ങൾ കുറച്ച് മാന്യത കാണിക്കണം, എന്നെ വെറുതെ വിടണം, എൻ്റെ അമ്മയെ സമാധാനമായി ചടങ്ങുകൾ ചെയ്ത് യാത്രയാക്കാൻ അനുവദിക്കണം. ഇതാണ് മോഹൻലാൽ പറഞ്ഞത്. തിക്കിലും തിരക്കിലും പെട്ട് എന്നെ ഈ ചടങ്ങുകൾ ചെയ്യാൻ അനുവദിക്കാതിരിക്കരുത്. എനിക്ക് തടസ്സങ്ങളില്ലാതെ ഈ ചടങ്ങുകൾ ചെയ്യാനാണ് ആഗ്രഹം. പ്രേക്ഷകരും ഇതുതന്നെയാണ് പറയുന്നത്. പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. ഓരോ തവണയും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം സങ്കടമാണ്. ഒരു മകൻ്റെ അവസ്ഥയാണ് അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു മകൻ എന്ന നിലയിൽ മോഹൻലാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനത്തോടെ തൻ്റെ അമ്മയെ യാത്രയാക്കുക എന്നത് തന്നെയാകും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും അധികം മാധ്യമങ്ങൾ, ഇത്രയും അധികം ആളുകൾ, അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ഒന്ന് പൊട്ടിക്കരയാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വികാരം തീർക്കാൻ സാധിച്ചില്ല. അതെല്ലാം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ കഴിയുകയാണ്. അതുകൊണ്ടാണ് നടൻ മോഹൻലാൽ എല്ലാവരോടും യാചിക്കുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് എനിക്ക് കുറച്ച് സമാധാനം കുറച്ചുകൂടി തരണം. എൻ്റെ അമ്മയുടെ ചടങ്ങുകൾ പൂർത്തീകരിക്കാൻ എന്നെ അനുവദിക്കണം. ഇന്നലെ സഞ്ചയന ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ എവിടെയും പുറത്തു വരാത്തതിന് പിന്നിലുള്ള കാരണം മോഹൻലാൽ രാവിലെ എത്തി മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെയാണ്. സഞ്ചയന ചടങ്ങിൻ്റെ കാർഡ് പുറത്തു വന്നതോടെ തന്നെ എല്ലാ മാധ്യമങ്ങളും അവിടെ എത്താൻ തുടങ്ങി. താരങ്ങളെല്ലാവരും എത്തുമെന്ന് അറിഞ്ഞു തന്നെയാണ് മാധ്യമങ്ങൾ എത്തിയത്. എന്നാൽ ചടങ്ങുകളെല്ലാം ചിത്രീകരിക്കാൻ നോക്കുമ്പോഴാണ് പ്രേക്ഷകരുടെ അടുത്തേക്ക് മോഹൻലാൽ ഇത് പറഞ്ഞത്. ഒരു മകൻ്റെ കർമ്മങ്ങളാണ്. ഒരു മകൻ്റെ കർമ്മങ്ങൾ എന്നെ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കണം. ദയവ് ചെയ്ത് എന്നെ അതിനെങ്കിലും നിങ്ങൾ വിട്ടുതരണം. ഇതാണ് ഇപ്പോൾ മോഹൻലാൽ കഴിഞ്ഞ ദിവസം അവിടെ എത്തിയവരോട് എല്ലാവരോടും പറഞ്ഞത്. അത് കേട്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി. ഒരാളുടെ അവസ്ഥയാണത്, ദയനീയമായൊരവസ്ഥ. അതല്ലാതെ മറ്റുമൊന്നും കണ്ടിട്ട് പറയാൻ തോന്നുന്നില്ല. അത്രയേറെ അവസ്ഥയിൽ നിന്നതുകൊണ്ടാണ് മോഹൻലാൽ അത്തരത്തിൽ തന്നെ പ്രതികരിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കിയേ മതിയാകൂ. ഓരോ തവണയും പ്രേക്ഷകർ അതിനെ മനസ്സിലാക്കി തന്നെയാണ് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ആരാധകർ പങ്കുവയ്ക്കുന്നതും ഇത്തരം വാർത്തകൾ തന്നെയാണ്. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാർത്തയായി തന്നെയാണ് ഇത് മാറുന്നത്. ഓരോ തവണയും മോഹൻലാലിൻ്റെ അമ്മയെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത്. അദ്ദേഹം അവസാനം ആ കാര്യം അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ മാധ്യമങ്ങൾ പറയിപ്പിച്ചതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ചില ചിത്രങ്ങൾ എടുത്തതിന് ശേഷം അവിടെ നിന്ന് മടങ്ങണമായിരുന്നു. ഇത് അദ്ദേഹത്തിന് ഒരിക്കൽ പോലും സമാധാനത്തോടെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അരികിൽ ഇരിക്കാൻ സാധിച്ചില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.